മകളെ, ജെറൂസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുക്കുകയാണ്. നീ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ട് നീ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പ്രാർത്ഥനാ മുറിയിലായിരിക്കാം, ദൈവാലയത്തിലായിരിക്കാം, നിന്റെ പ്രാർത്ഥനാ മുറിയിലായിരിക്കാം, എവിടെയായി കൊള്ളട്ടെ, ദൈവത്തിന്റെ കരുണ നിന്നിലേക്ക് നദി പോലെ ഒഴുകുന്നു. ഇതാ കർത്താവിന്റെ വചനം തരുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യം. ശിശുക്കൾ എന്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലുള്ളവർക്കാണ്. ഇന്ന് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുമക്കളോട് ചേർന്നാണ്. പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആത്മാക്കളാണ് കൊച്ചുമക്കൾ. ഈശോയുടെ സുഹൃത സൗരഭ്യങ്ങളുടെ സുഗന്ധമാണ് കുഞ്ഞുമക്കൾ. ദൈവസിംഹാസനത്തിന്റെ മുൻപാകെ സുഗന്ധം പരത്തുന്ന പൂച്ചെണ്ടുകളാണ് കുഞ്ഞുമക്കൾ. സ്നേഹത്തിന്റെ കരുണയുടെ മധുരഗാനം എപ്പോഴും പാടി ദൈവത്തെ സ്തുതിക്കുന്ന പുല്ലാങ്കുഴലുകളാണ് കുഞ്ഞുമക്കൾ. മകളെ, ശാന്തതയും എളിമയുമുള്ള ഈശോയെ പോലെ അങ്ങയുടെ ഏറ്റവും അടുത്ത് വ്യാപരിക്കുന്നവരാണ് ഈ കുഞ്ഞുമക്കൾ. ഈ ആത്മാക്കളുടെ സ്നേഹത്തെ പ്രതി ലോകം മുഴുവൻ കരുണയായിരിക്കണമേ എന്നും യേശുവിന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ കുരുന്ന ഹൃദയങ്ങളെ യേശുവിന്റെ തിരുരക്തക്കടലിൽ മുക്കിയെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.